ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭരതൻ കൗസല്യാദേവിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ ഈ പാപത്തിൽ ഒട്ടും കൂടെ പങ്കാളിയല്ല. എന്താ വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെയൊരു ദുരിതം അമ്മ ചെയ്യണത്. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയക്കാൻ ആരാണോ കാരണക്കാരായത് അവർക്ക് എന്തുണ്ടാവട്ടെ, ഈ വിധത്തിൽ നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ചില സംഗതികൾ പറഞ്ഞു. ഇത് ചെയ്ത് ഈ പാപം ചെയ്ത് അളക്കുണ്ടാവണേ ഫലം ഉണ്ടാവട്ടെ. അങ്ങനെ കുറേ ഇവിടെ ഈ ഭാഗത്ത് ചില പാപങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തവർക്ക് ഉണ്ടാവണ ഫലം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് അതൊക്കെ എന്തായിട്ടാണ് കൂട്ടിയത്? വലിയ ദുഷ്ടകർമ്മമായിട്ടാണ് കൂട്ടിയത്. അപ്പം അതായത് അക്കാലത്ത് എന്തൊക്കെയാണ് ദുഷ്ടതയായിട്ട് കൂട്ടിയതെന്ന് മനസ്സിലാക്കാനും കൂടി ഈ പ്രകരണം ഉപകരിക്കും. അപ്പം അവിടെ പറയുക വെച്ചാൽ സംശ്രുത്യ തപസിഭ്യ സത്രേവൈ യജ്ഞദക്ഷിണാം താം വിപ്രലപതാം. അതായത് യജ്ഞത്തിനൊക്കെ പുരോഹിതന്മാരെ വിളിച്ചിട്ട് ഇത്രശ തരാമെന്നും പറഞ്ഞിട്ട് കൊടുക്കാണ്ട് അയച്ചാൽ ഉണ്ടാവണേ ബ്രഹ്മഹത്യാപാപം. അത് ഈ എൻ്റെ ഏട്ടനെ കാട്ടിക്ക് അയച്ചവർക്ക് ഉണ്ടാവട്ടെ. പിന്നെ മാത്രമല്ല ഉപദിഷ്ടം സൂക്ഷ്മാർത്ഥം ശാസ്ത്രം യജ്ഞേന ധീമത സനാശയേതു ദുഷ്ടാത്മാ യസ്യാര്യോനുമതേ ഗത. അതായത് ബുദ്ധിമാനായ ഒരു ഗുരുനാഥൻ വലിയ ബുദ്ധിമുട്ടി ക്ലേശിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ട് ശാസ്ത്രാർത്ഥമൊക്കെ ഉപദേശിച്ച് തന്നിട്ട് ആ ശാസ്ത്രാർത്ഥം മുഴുവനും ഉപദേശിച്ച് തന്നയാളെ നിന്ദിച്ചാൽ എന്തൊരു പാപമാണോ ഉണ്ടാവുക? അത്രയ്ക്ക് പാപം ആർക്കുണ്ടാവട്ടെ? എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചോർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ തെറ്റായ കാര്യമാണ്. ഇത്രയൊക്കെ പഠിച്ചിട്ട് മനുഷ്യരുത്തിയിട്ട് അങ്ങനെയുള്ള ഗുരുനാഥന്മാരൊക്കെ നിന്ദിക്കണത്. പായസം കൃസരം ഛാഗം വൃഥാ സ്വശ്നാതു ദീർഘണ ഗുരുംശ്ചാപി അവജാനാതു. അതാണ് ഇങ്ങനെയുള്ള ഈ ഗുരുനാഥന്മാരെ അവജാനാതു അപമാനിക്കുന്നവർക്കുള്ള പാപം ഉണ്ടാവട്ടെ. ഗാശ്ച സ്പൃശതു പാദേന. ആരാണോ പശുവിനെ കാലോണ്ട് ചവിട്ടണത് ഗുരുൻ പരിവദതേ. ഗുരുനാഥനെ നിന്ദിക്കുക, ഏഷണി പറയുക, ഇതൊക്കെ ചെയ്യണത് മിത്രേ ദ്രുഹ്യേത. മിത്രങ്ങളായിട്ടുള്ള കൂട്ടരെ വഞ്ചിച്ച് ചതിക്കണവര് അവർക്കൊക്കെ ഉണ്ടാവണ പാപം എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചവർക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ കേട്ട ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ അന്നത്തെ കാലത്ത് മഹാപാപമായിട്ട് മഹാമോശമായ പ്രവൃത്തിയായിട്ട് കൂട്ടിയതാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാവണ പാപം ആർക്കും ഉണ്ടാവട്ടെ എന്നാണ്. അല്ലാതെ നിസാരം കാണിക്കാൻ പറയല്ല. അന്നത് സാരായ സംഗതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വേറെയും ചിലതൊക്കെ പറയൂ കേട്ടോ. അതായത് എങ്ങനെയെന്നറിയോ? ലാക്ഷയാ മധുമാംസേന ലോഹേന ച വിഷേണ ച സദൈവ ഭൃയാൻ യസ്യ അര്യോനുമതേ കഥ. അതായത് മദ്യം, മാംസം, കള്ള് ഈ ജാതിയൊക്കെ വിറ്റിട്ട് അതുകൊണ്ട് കഴിച്ച് കൂട്ടർക്ക് എന്ത് പാപം ഉണ്ടാവുമോ? ആ ജാതി പാപം ആർക്കുണ്ടാവട്ടെ? എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചവർക്ക് ഉണ്ടാവട്ടെ. പിന്നെ മാത്രമല്ല മദ്യേ പ്രസക്തോ ഭവതോ സ്ത്രീഷു അക്ഷേഷു ച നിത്യശ കാമക്രോധാഭിഭൂതശ്ച യസ്യാര്യോനുമതേ ഗത. അതായത് ഇപ്പം മദ്യേ പ്രസക്തത, കള്ള് കുടിച്ച് നടക്കുക. പിന്നെ എന്താ സ്ത്രീഷു ഈ സ്ത്രീ വിഷയങ്ങളൊക്കെ ആയിട്ട് ചീത്തത്തൊക്കെ കാണിച്ച് നടക്കുക. അക്ഷേഷു ചൂതുകളി, ഈ ചീട്ടുകളി എന്നൊക്കെ പറഞ്ഞ ജാതിയില്ലേ, ആ ജാതി വേണ്ടാത്തതിനൊക്കെ ആയിട്ട് പുറപ്പെട്ട് നടന്ന അധർമ്മിയായിട്ട് നടക്കണോന് എന്ത് പാപമുണ്ടോ ആ ജാതി പാപം ആർക്കുണ്ടാവട്ടെ? എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചാൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയൂ? ഇതിനൊന്നും പരിഹാരമില്ലാത്ത പാപങ്ങളാണ്. അത്രയ്ക്ക് വലിയ പാപം ആണ് അതൊക്കെ. അപ്പം അത് ചെയ്യണവർക്ക് ഉണ്ടാവുന്ന ഒരു ഫലം ഉണ്ടാവില്ലേ? ആ ഫലം ആർക്കുണ്ടാവട്ടെ? ആ ദുഷ്ട ഫലം എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചോട്ട് ഉണ്ടാകും. പിന്നെ വേറെ ഒരു സംഗതിയും കൂടി പറയുന്നു. ഉഭേ സന്ധ്യേ ശയാനസ്യ യത് പാപം പരികൽപ്യതേ തച്ച പാപം ഭവേ തസ്യ യസ്യാര്യോനുമതോ ഗത. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് എങ്ങനെയെന്നറിയൂ? ഉഭേ സന്ധ്യേ ശയാനസ്യ, രണ്ട് സന്ധ്യയുടെ സമയത്തും ഉറങ്ങണോനുണ്ടാവും. അത് വേണ്ടിയിരുന്നില്ല. ഇത് രണ്ട് സന്ധ്യാകാലത്തും ഉറങ്ങണോനുള്ള പാപം എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച പാപിക്ക് ഉണ്ടാവട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? സന്ധ്യാസമയത്ത് എന്ത് പാടില്ല? നീ ഉറങ്ങാൻ പാടില്ല. സന്ധ്യ വെച്ചാൽ ഇല്ല, സന്ധ്യയ്ക്ക് ഉറങ്ങാറില്ല. ഞാൻ ഉറങ്ങുമ്പോൾ കുറേ താമസമാവും. 2 മണിയാവും ഉറങ്ങുമ്പോൾ. രാത്രി, പകലല്ല. പിന്നെ സന്ധ്യയ്ക്ക് നമുക്ക് ഈ സന്ധ്യ എന്ന് കേട്ടാൽ തന്നെ തോന്നുന്ന ഏതിനെ കുറിച്ച് തോന്നുള്ളൂ? സന്ധ്യയായി എന്നെപ്പോഴാ പറയുക? വെളിച്ചാകുമ്പോഴാ?
ഉച്ചയ്ക്കോ? വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞാലേ നമ്മൾ എന്ത് പറയാൻ തുടങ്ങുള്ളൂ? സന്ധ്യയായി എന്ന്. അപ്പം സന്ധ്യ എന്നുള്ള പേര് കേൾക്കുമ്പം തോന്നുന്ന ഒരു നേരം ഇപ്പം ഏതാണ്? വൈകുന്നേരത്തെ അസ്തമിച്ച നേരത്തെ തോന്നുള്ളൂ. അസ്തമിച്ച നേരത്ത് മാത്രമല്ല സന്ധ്യ. സന്ധ്യ രാവിലെയുണ്ട്. 3 സന്ധ്യകളെ കുറിച്ച് പറയും. 1 പ്രാതഃസന്ധ്യ, 2 മധ്യാഹ്ന സന്ധ്യ, 3 സായം സന്ധ്യ. 3 ജാതി സന്ധ്യ ഉണ്ട്. ഈ 3 സന്ധ്യയ്ക്കും സന്ധ്യാവന്ദനം ചെയ്യണം ആണ്. പ്രാതഃസന്ധ്യയുണ്ട്, അതുപോലെ മധ്യാഹ്നത്തിലെ സന്ധ്യയ്ക്കും വേണം, രാത്രി പുറപ്പെടുന്നതിന് മുമ്പുള്ള സന്ധ്യയ്ക്കും ഇതൊക്കെ ഉപാസന ചെയ്യാം. അപ്പം 3 അതാ ത്രിസന്ധ്യ എന്നാ അതിനെ പറയും. എന്താ പേര്? ത്രിസന്ധ്യകൾ. ഈ 3 സന്ധ്യകൾ ഉദ്ദേശിച്ചതാ പറയുന്നത്. അതിൽ ഈ സന്ധ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയൂ? സന്ധ്യത, സന്ധിപ്പിക്കണതെന്നാണ്. സന്ധിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക. എന്തിനെ? പകലിനെ രാത്രിയോട് കൂട്ടിച്ചേർക്കണതും രാത്രിയെ പകലിനോട് കൂട്ടിച്ചേർക്കണതും. അങ്ങനെ ഉണ്ടല്ലോ. സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടായി വൈകുന്നേരത്തേതാണെങ്കിൽ, രാവിലത്തെ സന്ധ്യ കഴിഞ്ഞാൽ വെളിച്ചായി രാവിലത്തെ സന്ധ്യ ആണെങ്കിൽ. ഉദിക്കണത് ഒരു 6 മണിക്ക് 6:30 ആണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഒരു ഇരുട്ടുമുണ്ട് വെളിച്ചം, അങ്ങനത്തെ ഒരു മട്ടായിട്ട് ഇരുട്ടല്ല എന്നാൽ വെളിച്ചും അല്ല എന്നാണ്. അപ്പോൾ വെളിച്ചാകുമ്പോഴത്തെ സന്ധ്യ വെച്ചാൽ അത് ഈ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എന്താണ്? വെളിച്ചാവുക. നമ്മൾ നേരം വെളിച്ചായി എന്ന് പറയില്ല. വെളിച്ചയച്ചാൽ സൂര്യൻ നല്ലോണം പുറത്തേക്ക് വന്നു എന്നാണ്. സന്ധ്യ പിന്നെ വൈകുന്നേരത്തെ ആകുമ്പോൾ എങ്ങനെയാവും? പകല് രാത്രിയുടെ കൂടെ ഇങ്ങോട്ട് കൂടിയിട്ട് രാത്രി ഇങ്ങോട്ട് ചേരുകയാണല്ലോ. അതിനോടെ പകലിനോട് ചേർന്ന് ആര് വരും? രാത്രി വരും. അതാണ് സന്ധ്യ. അപ്പോൾ സന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സന്ധ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കൂട്ടിച്ചേർക്കുക എന്നർത്ഥം. സന്ധിപ്പിക്കുക, നമ്മൾ സന്ധികളിൽ വേദന എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നുവെച്ചാൽ എന്താ? വൈകുന്നേരം ആകുമ്പോഴത്തെ വേദനയാ? അല്ല. എന്താ സന്ധികളെ വെച്ചാൽ എന്താ അർത്ഥം? സന്ധികൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണം കൂടിച്ചേരുന്ന. ഇപ്പം എല്ലുകൾ 2 എണ്ണം കൂടി സന്ധ്യ. അങ്ങനെ നമുക്ക് മടക്കാൻ നിവർത്താം. ഇവിടെയും സന്ധിയുണ്ട്, മടക്കാൻ നിവർത്താം. ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ മടക്കാൻ നിവർത്താം. അതിൻ്റെ ഇടയ്ക്ക് മടക്കിയാൽ പിന്നെ ആസ്പത്രിക്ക് പോകേണ്ടി വരും. അപ്പം പിന്നെ പറ്റുമോ? എന്താ കാരണം? അവിടെ നമുക്ക് മടക്കാനും നിവർത്താനൊന്നും പറ്റില്ല. അതെന്താ? അതങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് സന്ധ്യ എന്ന് പറഞ്ഞ് സന്ധിപ്പിക്കണത്, അത് 2 അസ്ഥികളെ യോജിപ്പിച്ച് ചേർക്കണ സ്ഥാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സന്ധി എന്ന്. അതാണ് സന്ധികളിലൊക്കെ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ അർത്ഥം. ഈ എല്ലുകൾ കൂടി ചേർന്ന് ഇതിലൊക്കെ വേദനിക്കണമെന്നാണ് നമ്മൾ ഡോക്ടർമാരോടൊക്കെ വിവരിച്ച് പറയുമ്പോൾ അതൊക്കെ പറയും. സന്ധിച്ചാൽ കൂട്ടിച്ചേർക്കണത് എന്നാണ് അർത്ഥം, സന്ധിപ്പിക്കുന്നത്. അപ്പോൾ സന്ധ്യ എന്നുള്ള മാത്രമല്ല, അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. സന്ധ്യ എന്നുള്ളതിന് സമ്യക് ധ്യായതി യസ്യാം സാ സന്ധ്യ. സമ്യക് നന്നായിട്ട് ധ്യാനം ചെയ്യുക, ധ്യാനിക്കുക. നന്നായിട്ട് ധ്യാനിക്കേണ്ട സമയം ഒന്നും കൂടി ഉണ്ട്. നമ്മൾ നേരാമണ്ണം ഈശ്വരധ്യാനം. അപ്പോൾ അത് സന്ധ്യാവന്തനം എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരധ്യാനല്ലേ? അപ്പോൾ ആ സമയം അങ്ങനെയാണ്. അതാണ് സന്ധ്യാവന്തനം. ചെയ്യുന്നത് പാതിരക്കായിരിക്കും, എന്നാലും നമ്മൾ പറയുക പാതിരവന്തനം, സന്ധ്യാവന്തനം എന്നല്ലേ പറയുക. രാവിലത്തെ സന്ധ്യാവന്തനം ചിലപ്പോൾ ചെയ്യുന്ന നട്ടുച്ചയ്ക്കാവും, നീട്ട് വന്നപ്പോഴല്ലേ. പക്ഷെ പറയുക മട്ടുച്ചോദനം. അപ്പം സന്ധ്യയ്ക്ക് ചെയ്യേണ്ടതാണ്. അത് പറ്റായോണ്ട് നമ്മൾ ഇത്തിരി താമസിച്ചാലും ചെയ്യണം. അപ്പം സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിപ്പിക്കണത്, കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഉഭയസന്ധ്യേ ശയാനസ്യ, 2 സന്ധ്യയ്ക്കും. അപ്പം പിന്നെ ഉച്ചയ്ക്ക് സന്ധ്യ എങ്ങനെയാണ് ഉണ്ടാവണത്? മധ്യാഹ്ന സന്ധ്യ എന്ന് പറഞ്ഞില്ലേ? അതെന്താ? അത് എന്തായാലും ചോദിക്കാഞ്ഞത്? ആരും ചോദിച്ചില്ലേ അല്ലേ? വൈകുന്നേരത്തെ സന്ധ്യ നമുക്കറിയാം, പകലും രാത്രിയും കൂടി. രാവിലത്തെ സന്ധ്യയും പകലും രാത്രിയും കൂടിയുള്ള സന്ധ്യയാണ്. ഉച്ചയ്ക്കുള്ള സന്ധ്യ അപ്പം എന്താ? അത് പറയുമ്പോൾ ഒഴുക്കിന് പറഞ്ഞതല്ലേ എന്ന്. അങ്ങനെ ഒഴുക്കിന് പറഞ്ഞതല്ല. സന്ധ്യ അതെന്താന്ന് വെച്ചിട്ടുണ്ടോ? ഈ പൂർവാഹ്നത്തെ അപരാഹ്നത്തോട് ചേർക്കണ സമയമായതുകൊണ്ട് എന്തുണ്ടായത്? പൂർവാഹ്നം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബിഫോർ നൂൺ എന്ന്. അപരാഹ്നം ആഫ്റ്റർനൂൺ. നമ്മൾ പിന്നെ അതേ പറയാറില്ല. ഊണ് കഴിഞ്ഞാൽ നമുക്ക് ആളെ കാണുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്. ഊണതിന് മുമ്പ് നമുക്ക് അങ്ങനെ കണ്ണ് തെളിയില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പൊന്നും പറയാറില്ല. ഗുഡ് മോർണിംഗ് നിങ്ങളുണ്ട് കഴിക്കും എന്നുവെച്ചാൽ അർത്ഥം. പൂർവാഹ്നം എന്ന് പറഞ്ഞാൽ ആ നട്ടുച്ചയുടെ മുമ്പുള്ള സമയം. അപരാഹ്നം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് ശേഷമുള്ള സമയം. അപ്പം ഈ പൂർവാഹ്നത്തെ അപരാഹ്നത്തോട് ചേർക്കണതായ സമയമായതുകൊണ്ട് അതിനെന്ത് പറയും? മധ്യാഹ്നം എന്ന് പറയും. ഈ മധ്യാഹ്നത്തിൽ ചെയ്യുന്ന ക്രിയ ആയതുകൊണ്ട് മാധ്യാഹ്നികം എന്ന് പറയും. ഈ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ പറയാറുണ്ട്, തിരുമേനി അവർക്ക് അവരുടെ കൂട്ടർക്ക് അങ്ങനെയുണ്ട്, ഇത്രയുണ്ട്, അങ്ങനെയുണ്ട്, ഇന്നസുണ്ട്, ഇന്ന നേരമുണ്ട്, ഇന്ന മട്ടുണ്ട്. മറ്റേ കൂട്ടർക്ക് മറ്റേ ജാതിയുണ്ട്, ആ ജാതിയുണ്ട്, ഈ ജാതിയുണ്ട്, അതുണ്ട്, ഇതിന് നമുക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് കെട്ടുകൂരിയിട്ട് നടക്കുക. എന്ത് ഒന്നുമില്ലല്ലോ ഒന്നും വേണ്ടവനൊക്കെ ഉണ്ട്. 3 നേരത്തെ സന്ധ്യാവന്തനാണ് നമ്മുടെ ഇടയിൽ പറഞ്ഞ ചിട്ട. എന്താണ്?
3 നേരം സന്ധ്യോപാസന കഴിക്കണം എന്നാണ്. അപ്പോൾ രാവിലത്തേത് രാവിലെ കഴിക്കും, വൈകുന്നേരത്തേത് വൈകുന്നേരം കഴിക്കാം. അപ്പോൾ ഉച്ചത്തേതോ പിന്നെ നമ്മൾ ഈ പല ദിക്കിൽ പല വ്യവഹാരത്തിനും ജോലിക്കൊക്കെ പോകണവർ അങ്ങനെയാവും, പലതും ഉണ്ടാവില്ല, മനുഷ്യന്മാരല്ലേ ജീവിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലത്തെ സന്ധ്യാവന്തനത്തിൻ്റെ ഒടുക്കായിട്ട് എന്ത് തീർക്കും? ഈ ഉച്ചയ്ക്കുള്ളതും കൂടി കഴിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ രാവിലെ നല്ലോണം ദോശ കഴിച്ചു, അപ്പം വൈകുന്നേരത്തേക്കുള്ളത് അവിടെ ചെന്നാൽ കിട്ടുന്നു തീരുമാനം. ഉച്ചയ്ക്കുള്ളത് എന്ത് ചെയ്യും ചോദിച്ചാൽ പറഞ്ഞു ഉച്ചയ്ക്ക് കിട്ടാൻ വഴിയില്ലെന്ന് രാവിലെ തന്നെ കഴിച്ചു പോകാൻ, അതും കൂടി മെഴുങ്ങിയിട്ട് പോവില്ലേ? ഇല്ലല്ലേ? ശരിയല്ല. അങ്ങനെയൊക്കെ നമ്മൾ ചില ഉപായം ഒക്കെ ചെയ്യും. പക്ഷേ ഉച്ചത്തേതും വിഴുങ്ങിയിട്ടില്ലെങ്കിലും ലേശാധ്യം കഴിക്കും രാവിലെ. എന്താ ഉച്ചയ്ക്ക് ഭക്ഷണി ആവണ്ടല്ലോ, ക്ഷീണമാവില്ലല്ലോ, വൈകുന്നേരം കുറച്ചും കൂടി നേരം അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെ അതൊന്നും തെറ്റൊന്നുമല്ല. എന്താ കാരണം? കണ്ട വേണ്ടാത്തത് തിന്നടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ ശുദ്ധമായിട്ടിരിക്കണം എന്നൊന്നുമില്ല. ഇന്ന് ശുദ്ധാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും കൂട്ടിത്തൊട്ട് ആഹാരമൊക്കെ കഴിച്ചൊക്കെ ശുദ്ധം മാറിയിരിക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പം പൂർണ്ണമായിട്ട് കുളിച്ച് തേവാരം കഴിക്കാനൊക്കെ സാധിച്ചു എന്നൊന്നും വരില്ല. അപ്പം അതുകൊണ്ടാണ് രാവിലത്തെ സന്ധ്യാവന്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒടുക്കല്ല തേവാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉപസ്ഥാനമായിട്ട് കഴിച്ച് തീർക്കും. ഇത് 3 സാമ്പ്രദായികന്മാരൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഈ സമയം സന്ധ്യാവന്തനാദി ക്രിയകൾ ചെയ്യേണ്ട സമയമായതുകൊണ്ട് അപ്പോഴൊന്നും എന്ത് ചെയ്യരുത്? ഉറങ്ങരുത് എന്ന് പറയും. അങ്ങനെ പാടില്ല. അങ്ങനെ ചിലതുണ്ട്. സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്നല്ല, സന്ധ്യയ്ക്ക് ഈ ചിലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. ദേവി ഭാഗവതം എന്ന് കേട്ടിട്ടുണ്ടോ? ദേവി ഭാഗവതം പറഞ്ഞൊരു പുരാണമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയും. അവിടെ ഒരു ദിക്കിൽ പറയുകയാണ് ഈ സന്ധ്യാസമയത്ത് എങ്ങനെയാണെന്നറിയോ? സന്ധ്യയ്ക്ക് മാത്രമല്ല ചില കാര്യങ്ങളൊന്നും ചെയ്യേ പാടില്ല എന്നുണ്ട്. എന്തൊക്കെയാ പാടില്ലാത്തതെന്നറിയോ? ഒന്ന്, കുളിച്ചിട്ട് എണ്ണ തേക്കണം. എൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തിൽ നിന്നും ആര് പോവും? ലക്ഷ്മി പോവും. ആര് പോവും? ലക്ഷ്മി ചാര. ഇതാണ് നന്മ, ഐശ്വര്യം പോകുന്നത്. കുളിച്ചിട്ട് എണ്ണ തേക്കണം. എൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ലക്ഷ്മി പോവാ. കുളി കഴിഞ്ഞിട്ട് എണ്ണ തേക്കരുത് കേട്ടോ. എണ്ണ തേച്ച് കുളിക്കുക എന്നല്ലേ പണ്ട് പറയാം നമ്മൾ. ഇപ്പം പിന്നെ നമ്മളൊക്കെ മാറ്റി എന്ത് ചെയ്യും? നമ്മളിപ്പോൾ കുളിക്കുമ്പം കാറ് കഴുകണ സാധനം തേച്ചങ്ങോട്ട് കുളിക്കും. അപ്പോൾ പിന്നെ ഈ സാധനം പറഞ്ഞ് പറക്കും. അപ്പം നമ്മളത് നോക്കാൻ ഒരു കുടന്ന എണ്ണയും അങ്ങോട്ട് വരട്ടും. എന്നിട്ട് അമ്പലത്തേക്ക് പോയിട്ട് ഓം അലറാനും തുടങ്ങും. കമ്മിറ്റിക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർക്ക് വിവരം ഉണ്ടെങ്കിൽ ഒരു പുണ്യാഹത്തിൻ്റെ കാശ് പിടിച്ചു വെച്ച് വാങ്ങും. എന്താ കാരണം? ശുദ്ധം മാറി. അങ്ങനെ അമ്പലത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ പെറ്റ മുട്ട് മരിച്ച പേലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോവുമോ? അമ്പലത്തേക്ക് പോവുമോ? ശുദ്ധമായിട്ടല്ലേ പോവുള്ളൂ. ഇനിയിപ്പോൾ കുളിക്കാണ്ട പോവുമോ? പോവില്ല. ഈ കുളിച്ചിട്ട് തന്നെ നമ്മൾ പുറപ്പെട്ട് ഇറങ്ങി ചെന്നാൽ ശുദ്ധമായാൽ പോവുമോ? ഒരു മരിച്ച വീട്ടിൽ പോയി വന്ന് അമ്പലത്തിൽ പോവുമോ? അപ്പോൾ തന്നെ പോവില്ല. നമ്മൾ വന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ ശുദ്ധം പല ജാതി ഉണ്ടേ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതൊരശുദ്ധിയാണ്. അപ്പം ഇങ്ങനത്തെ അശുദ്ധി ചെയ്യുന്നവർ പിന്നെ പോയിട്ടും തൊഴുതിട്ടൊന്നും വലിയ കാര്യമൊന്നും കിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ടത്തേനേക്കാൾ എന്തുണ്ട്, ആളുകളൊക്കെ നല്ലോണം അമ്പലത്തിൽ പണ്ടൊക്കെ ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പോയെങ്കിലേ ഈ അമ്പലത്തേക്ക്. ഇപ്പം അമ്പലത്തേക്ക് പോകണോ, നാമം ജപിക്കണോ, നമസ്കാരം, സഹസ്രനാമം പുസ്തകം ഒന്നും വാങ്ങാനേ കിട്ടാനില്ലണ്ടേ. എന്താ കാരണം? സകലരും ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് കുറ്റം പറഞ്ഞതല്ലേ. ഭഗവത്ഗീത നോക്കുമ്പോൾ എന്തോരോ അതൊക്കെ വെക്കുമ്പോൾ അല്ലാത്ത അപൂർവമായിപ്പോയി. എല്ലാവരും വാങ്ങണേ. അരി വാങ്ങാത്തോ എന്ത് വാങ്ങണ്ട? ഭഗവത്ഗീത പുസ്തകം വാങ്ങണം, ഭാഗവതം പുസ്തകം വാങ്ങണം, നാരായണീയം പുസ്തകം വാങ്ങണം. എല്ലാ പുസ്തകങ്ങളും നല്ലോണം ആൾക്കാർ വാങ്ങുന്നുണ്ട്. വെറുതെ വാങ്ങില്ല, വായിക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കണം, പഠിക്കണമൊക്കെ. പക്ഷെ ഇതൊക്കെ ധാരാളം രാമായണം കേൾക്കണോ, ഭാരതം കേൾക്കണോ, ഭാഗവതം കേൾക്കണോ, ഭഗവത്ഗീത കേൾക്കണോ, എല്ലാം കേൾക്കണുണ്ട്, പഠിക്കണുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ അതിനനുസരിച്ച് അതൊന്നും കാണാനും ഇല്ല. ഉണ്ടോ? പത്രമൊക്കെ വായിക്കാറില്ലേ? ഇല്ലല്ലേ? വായിക്കാറില്ലേ? പത്രത്തിലൊക്കെ ഓരോന്ന് രാവിലെ ഇങ്ങോട്ട് വായിച്ചാൽ നമുക്ക് തോന്നും ഇത് കുളിക്കുന്നതിൻ്റെ മുമ്പ് വായിക്കായിരുന്നു. എന്ത് തോന്നിയിട്ടുണ്ടോ? എന്താ കാരണം? അത്രയ്ക്ക് മോശമായി ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം വല്ലാതെ ലോഹ്യം തോന്നില്ലേ? ഈ ചീത്തത്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണമുണ്ട്. ഇതൊക്കെ പഠിക്കണമുണ്ട് ആൾക്കാർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാമായണം മോശമല്ല, ഭാഗവതം, ഭാരതം, നാരായണീയം, ഭഗവത്ഗീത ഈ ജാതി ഉള്ളതൊന്നും എന്തല്ല മോശമല്ല. നമുക്കറിയാം മഹാഗേമാണെന്ന് പറയാം. പക്ഷെ ഈ മഹാഗേമാണ് എന്നിരിക്കെ ഈ മഹാഗേമായതിന് പുറപ്പെടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഗുണം കാണുന്നില്ല. കാരണം എന്താണെന്നറിയൂ? അതിതാ കാരണം. എന്ത്? വേണ്ട മാതിരി ഒന്നും ആവണില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പം വൈദ്യർ നല്ല മരുന്ന് തന്നു, നമ്മളോട് പറഞ്ഞു കഴിച്ചോളൂ എന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോരുന്ന സമയത്ത് പറഞ്ഞു എരി പാടില്ല, പുളി പാടില്ല, വടക്കോട്ട് നോക്കാൻ പാടില്ല, പടിഞ്ഞാട്ട് നോക്കരുത്, മുകളിലേക്ക് നോക്കരുത്, വെള്ളം കുടിക്കരുത്, അങ്ങോട്ട് അങ്ങനെ കുറേ പഥ്യങ്ങൾ പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? മരുന്ന് കൊണ്ടുവന്ന് നല്ലോണം മുഴുങ്ങും, വടക്കോട്ടും നോക്കും, പടിഞ്ഞാട്ടും നോക്കും, എരിയും പുളിയൊക്കെ തിന്നും ചെയ്യും. എന്നിട്ട് പറയും ചെയ്ത് ആ വൈദ്യർ ഒരു പണവും ഗുണവും ഇല്ലാത്ത വൈദ്യരെ എന്ത് കുറേ കാലമായി ഞാൻ ചോറുണ്ണും പോലെ മുഴുങ്ങണം, ഒരു കാര്യമില്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ട്? അപ്പം വൈദ്യർ തന്ന മരുന്ന് ഫലിക്കുന്നില്ല. എന്താ കാരണം? നമ്മൾ പറഞ്ഞതിനേക്കാൾ അധികം കഴിക്കണമുണ്ട്. വിശപ്പ് മാറണമെന്നല്ലാതെ വയ്യായ മാറണില്ല. എന്താ കാരണം?
കാരണം എന്താ ചോദിച്ചാലേ, നമ്മളാരെയും കുറ്റം പറഞ്ഞത്? വൈദ്യരുടെ മരുന്നിനെയും വൈദ്യരെ കുറ്റം പറഞ്ഞത്. പക്ഷെ വൈദ്യരുടെ മരുന്നിനും ഒരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ പഥ്യം നമ്മൾ നോക്കിയില്ല. അപ്പം മരുന്ന് ഫലിക്കണമെങ്കിൽ എന്ത് പ്രധാനമാണ്? പഥ്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പഥ്യം പ്രധാനമാണ്. അപ്പം മരുന്ന് അല്ലേ, പഥ്യം എന്ന് പറഞ്ഞത് മരുന്നാണോ? പഥ്യം മരുന്നാണോ? അല്ല. പഥ്യം ഇല്ലാച്ചാ മരുന്ന് ഫലിക്കില്ല. ഇത് രണ്ടും കൂടി. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ചിട്ടയും സമ്പ്രദായം ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഫലിക്കില്ല. ഏത് ഈ ചെയ്യണ നന്മകളൊന്നും ഇതൊക്കെ മരുന്നാണ്. ഏത് ഭഗവത്ഗീത, ഭാഗവതൻ, രാമായണം, നാരായണീയം, ഒക്കെ എന്താണ്? മരുന്നാണ്. ഈ മരുന്ന് നമുക്ക് വേണ്ട മാതിരി ഫലിച്ച് നേരെയാവണമെങ്കിൽ എന്ത് വേണം? അതിന് പഥ്യം എന്ന് പറഞ്ഞതായ ഇത് നമ്മൾ വൈദ്യം ചികിത്സിക്കുമ്പം പഥ്യം പ്രധാനമാണെന്ന് പറയും പോലെയാണ് എന്ത് ഈ പറയണതായ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പം എന്തും പ്രധാനമാണ്. അതിൽ ഈ ജീവിതത്തിലൊരു ചിട്ടയും സമ്പ്രദായവും ഒക്കെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരു ചിട്ടയും സമ്പ്രദായം ഇല്ലാത്തൊരു ഒന്നിലും നേരെയാവില്ല എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സന്ധ്യാസമയമൊക്കെ വളരെ, സന്ധ്യയ്ക്ക് എന്ത് പാടില്ല ഈ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ദേവി ഭാഗവത്തിൽ ഈ സന്ധ്യയുടെ കാര്യം പറയുന്നതിൻ്റെ കൂടെ പറയുന്ന ചിലതും കൂടി അത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് ഇവിടെ പറഞ്ഞതല്ലെങ്കിലും അതുകൂടി ഇങ്ങോട്ട് ചേർത്ത് പറയും. നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കണം. എന്നാലേ നമുക്ക് എല്ലാറ്റിൻ്റെയും അംശങ്ങൾ ചേർത്ത് നോക്കി ചേർത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ഇതുപോലെ വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ അപ്പം എന്ത് വരണം? ഓർമ്മയിലേക്ക് വരണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിശദീകരണം കിട്ടില്ല. പക്ഷേ നമ്മളൊരു കാട്ടടൊഴി കൂടി പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അങ്ങനെ പോയിട്ട് കാര്യമില്ല. എല്ലാം മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ എന്താ ഇപ്പോൾ പറഞ്ഞു എന്നാണെങ്കിൽ ഈ കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ആര് പോവും? ലക്ഷ്മി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എണ്ണ തേച്ചോളൂ, എന്നിട്ട് കുളിച്ചോളൂ, ശുദ്ധമായിട്ടാണ് പറയും. പിന്നെ രണ്ടാമത് ഇതൊന്ന്, പിന്നെ നനഞ്ഞ മുണ്ട തോളത്തിടണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ആര് പോവും? നനഞ്ഞിട്ട് ഈറനായ വസ്ത്രമല്ലേ, ആ വസ്ത്രമൊന്നും തോളത്തിടാൻ പാടില്ല. തോളത്തിട്ട് ആര് പോവും? ലക്ഷ്മി അല്ല, ഇത് ശ്രീ പോകുന്നവന്. ശ്രീ എന്താർത്ഥം? ലക്ഷ്മി, ഐശ്വര്യം. ഈ ശ്രീയല്ല, സ്ത്രീകൾ തന്നെ ഇറങ്ങിപ്പോവും. വൃത്തിമെടുപ്പില്ലാത്തവൻ്റെ കൂടെ പെണ്ണുങ്ങൾ നിൽക്കുമോ? വൃത്തി ആണ്ടല്ലേ, അതന്നെ എന്നെ കുളിച്ചിട്ട് എന്നെയും തേച്ച് ഇങ്ങനെ. അപ്പം അതൊക്കെ ഒരു വേണ്ടതാണ്. അപ്പം ഇപ്പം ഐശ്വര്യം പോവും. എങ്ങനെ നനഞ്ഞമുണ്ട്. ഇപ്പോൾ കുളത്തു നിന്നൊക്കെ കുളിച്ച് വരുമ്പോൾ കണ്ടില്ലേ ഇപ്പം എങ്ങനെയാണ് വരിക? അങ്ങനെ പോയി, മറ്റേത് പോയി. ആര് പോയി? ചെയ്യരുത് തോളത്ത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പം മുണ്ട എവിടെ ഇടുക? ഈ മുണ്ടൊക്കെ മുക്കിയതുണ്ടെങ്കിൽ കൈത്തണ്ടേമേലേ ഇടില്ല, തോളത്തിട്ടില്ല. തോളത്തിട്ട് ആര് പോവും? ലക്ഷ്മി പോവും. ചെയ്യരുതിട്ടോ. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് പറഞ്ഞു കൊടുക്കാൻ നമുക്കാർക്കും നിശ്ചയമില്ല. എന്ത് പറഞ്ഞു കൊടുക്കണു? അതാ ബുദ്ധിമുട്ട്. അപ്പം അതൊന്ന് തോളത്തിടാൻ പാടില്ല. പിന്നെ സന്ധ്യയ്ക്ക് ഉണ്ണണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ആര് പോവും? ലക്ഷ്മി പോവുക. സന്ധ്യാസമയത്ത് ഉണ്ണാനും പാടില്ല. അങ്ങനെയുണ്ട്. നമ്മൾ സന്ധ്യയ്ക്ക് ഉണ്ണുമോ? ഊണഴിക്കുമോ? ഉണ്ണച്ചാൽ ആഹാരമൊന്നും കഴിക്കില്ല. സന്ധ്യയ്ക്കൊന്നും നമ്മൾ കഴിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? സന്ധ്യ കഴിഞ്ഞാലാവാം, മുമ്പും ആവാം. സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കില്ല. അങ്ങനെ സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കണം. എൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും എന്ത് പോവും? ലക്ഷ്മി പോവും. എന്നിട്ട് പറയും ചെയ്യും സന്ധ്യയ്ക്ക് ഉറങ്ങണോ എൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്ന് എന്ത് പോവും? ലക്ഷ്മി. അപ്പം സന്ധ്യയ്ക്ക് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സന്ധ്യയ്ക്ക്? വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് മാത്രമല്ല, രാവിലത്തെ സന്ധ്യയ്ക്കും പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഉദിക്കണതിൻ്റെ മുമ്പ് ഉണരണം എന്ന് പറയുന്നത്. ഉദിക്കണതിൻ്റെ മുമ്പൊക്കെ ഒന്ന് ഉണർന്ന് നോക്കൂ. ഉണർന്നു പല്ലേപ്പും കുളിയും കൂടി കഴിഞ്ഞ് 10 നാമം ചൊല്ലലും കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൻ്റെ മാതിരി ഒരു വെളിച്ചമുള്ള ദിവസം, ഒരു എല്ലാറ്റിനും ഒന്ന് നേരം ഉണ്ടാവും. ഒന്നിനൊരു നേരമില്ലായി ഉണ്ടാവില്ല. ഒരു ഉദിക്കണതിൻ്റെ മുമ്പ് 3 മണിക്കൊന്നും വേണ്ട. ഉദിക്കണത് 6:15 ഒരു 5:30-എങ്കിലൊക്കെ അത്രയ്ക്കൊക്കെ വേണേ. എണീട്ടോ വല്ലേപ്പും കുളിയും കഴിഞ്ഞ് 10 നാമം ചൊല്ലലും കഴിഞ്ഞു, അവൻ്റെ കൂടെ തേവാരൊക്കെ കഴിഞ്ഞു. പക്ഷെ ഏതൊക്കെ ഏമാണെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് അതൊരു ഐശ്വര്യനേ. അങ്ങനെ ഉണ്ടാകും. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയായിരുന്നു ഇല്ലേ? പണ്ടൊക്കെ ഈ നാട്ടുമ്പുറത്തേക്ക് കൂടി നമ്മൾ ഏതെങ്കിലും ഇടവഴി കൂടിയോ വാർത്ത വരുമ്പോഴത്തേക്ക് കൂടി അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ നേരത്തെ പോകുമ്പം എല്ലാ കുടുംബത്തും രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്ക് എന്താ ചൂലിട്ട് പരക്കാ ചൂല് വലിക്കുന്ന ശബ്ദം കേൾക്കില്ലേ? അടിച്ചു പറഞ്ഞ ശബ്ദം, കുളത്തിൽ മുണ്ടടിക്കണ ശബ്ദമൊക്കെ എന്താല്ലേ? പട്ടക്കാന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ അങ്ങനെയാണ്. അത് മുണ്ടടിക്കുന്ന ദേഷ്യം കൊണ്ട് ഉണരട്ടെല്ലാവരും. എന്ത് അവനങ്ങനെ ഉറങ്ങണ്ടാന്ന്. എന്ത് മുണ്ടിട്ട് കല്ലിൻ്റെ മുകളിൽ അടിക്കണ ശബ്ദമൊക്കെ നല്ല ശബ്ദം എന്ന് വെച്ചാൽ ആളുകളപ്പോൾ പല്ലേപ്പും കുളിയൊക്കെ കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ടാ നേരത്തെ. എന്നാൽ സന്ധ്യയ്ക്ക് നമ്മളൊരു 8-9-10 മണിയൊക്കെ ആയിട്ട് ഏതെങ്കിലും ദിക്കിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിക്കിലും വെളിച്ചം ഉണ്ടാവില്ല. അതാ കാരണമൊക്കെ നേരത്തെ കിടന്ന് അന്നൊക്കെ ആളുകൾ നേരത്തെ കിടന്ന് ഉറങ്ങുക, നേരത്തെ എണീക്കുക. ഇപ്പോൾ പണിക്കൊക്കെ പോകണവരിപ്പോഴും അങ്ങനെയല്ലേ? ഈ
പണ്ടൊക്കെ കൃഷിക്ക് പണി കന്നുപൂട്ട് കളപൂട്ട് പലജാതി പണിയുള്ള കാലത്ത് ആളുകളൊക്കെ എന്താ ചെയ്യുക, അവരൊരു 8, 9 മണിയാകുമ്പോഴേക്ക് ലേശാഹാരമൊക്കെ കഴിച്ച് വേഗം നേരത്തെ കിടന്നുറങ്ങും. 4 മണിക്ക് എണീറ്റ് അവരെന്ത് ചെയ്യും, അവരുടെ പണികൾക്കൊക്കെ ആയിട്ട് പോകും. ശ്രദ്ധിച്ചിട്ടില്ലേ അതൊക്കെ? അതുകൊണ്ട് ഈ വെയിലൊന്നും കൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ലേ. ഒരു 8, 9 മണിയാകുമ്പോഴേക്ക് പണി ഏതാണ്ടൊക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ മുഷിച്ചിൽ ഈ വെയിലിൻ്റെ ചൂടേറ്റ് മുഷിഞ്ഞ കഷ്ടത്തിലായി വന്നാൽ നമുക്ക് ക്ഷീണം തോന്നില്ലേ? ആ ക്ഷീണമൊക്കെ ആവുമ്പോഴേക്ക് തന്നെ അവരവിടേക്ക് എത്തും. പണി കഴിഞ്ഞ് അവനവൻ്റെ കുടുംബത്തെത്തി വിശ്രമിക്കുക. അന്നത്തെ ആളുകൾക്ക് കുറച്ച് വിവരം ബുദ്ധിയൊക്കെ ശരിയല്ലേ? ഇത് നമ്മൾ പറയും നമുക്കാണ് വലിയ, നമ്മളെക്കാളൊക്കെ നല്ല പ്രാപ്തി എന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും നമ്മൾ പഠിച്ചില്ല. നമ്മൾ അന്നത്തെ വേണ്ടാത്തരൊക്കെ എപ്പോഴും പരിപാലിക്കേണ്ട, വേണ്ടതൊക്കെ നല്ലതൊന്നും നമ്മളെടുത്തില്ല. അവരുടെയൊക്കെ ആ അറിവിലും ബോധത്തിലും വന്ന നന്മകളുടെ പലജാതി വശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിപ്പ് കൂടിയവരാണെന്നുള്ള നാട്യത്തിലൊക്കെ ഉപേക്ഷിച്ചു. ശരിയല്ലേ? അന്ന് എന്തെങ്കിലും വേണ്ടാവൃത്തി ഉണ്ടെച്ചാൽ അതൊക്കെ എപ്പോഴും നമ്മൾ വലിയ ആചാരമായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സന്ധ്യാസമയത്ത് എന്ത് ചെയ്യരുത്? രാവിലെ ആണെങ്കിലും ഉഭയസന്ധ്യേ ശയാനസ്യ, കണ്ടോ, 2 സന്ധ്യയ്ക്കും ഉറങ്ങണോ, രാവിലെയും വൈകുന്നേരം. പുതിക്കുന്നതിൻ്റെ മുമ്പ് കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ നേരത്തെ തന്നെ കടത്തി ഉറക്കി ശീലിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ ഉണരാൻ. അപ്പോൾ നേരത്തെ ഉണരാനും ശീലമേ. അങ്ങനെ ഒരു ശീലം കുട്ടികൾക്ക് അതുണ്ടാവണമെങ്കിൽ ആദ്യം ആർക്ക് വേണം? കുട്ടികളില്ലേ പറയാൻ വയ്ക്കുക, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളൊക്കെ തന്നെ മുതിർന്നവരെന്നെ ഉറങ്ങുമൊന്നുമില്ല. അവരിങ്ങനെ കുറേ നേരം അങ്ങനെ വല്ല കാര്യം ഉണ്ടായിട്ടാച്ചാൽ തിരക്കാടില്ല. ഒരു കാര്യം ഉണ്ടാവില്ല. തോണ്ടിയും മാന്തി എപ്പോഴൊക്കെ തോണ്ടാനുള്ള സൗകര്യം അതാണ്. ആ സമയത്താണല്ലോ എല്ലാവരും അങ്ങനെ കുറേ നേരം ഉറങ്ങുമില്ല, കണ്ണൊക്കെ വീർത്ത്. എന്നിട്ട് കുറേ താമസമായിട്ട് ഉണരും ചെയ്യും. പിന്നെ പിറ്റേന്നാൾ ഒന്നിനും നേരമില്ല ഇല്ലേ? എന്നിട്ട് ബസ് നേരെ വന്നില്ല, ബസ് കിട്ടിയില്ല, അതവിടെ നിന്നു. നമ്മളൊഴിച്ച് എല്ലാവർക്കും പിന്നെ എന്താ കാരണം? ശരിയല്ലേ? നമ്മൾ നേരെ അവൾക്ക് ബസ് നേരെ വന്നില്ല, നമ്മൾ ഇത്തിരി നേരത്തെ വന്നാൽ മതി, മുമ്പത്തെ ബസ്സിന് പോകൂടെ നല്ലത്. അങ്ങനെ ചിന്തിക്കുമോ? ഇല്ല. അതാണ്. അപ്പോൾ ലോകത്തിൻ്റെ കഥ മാറിപ്പോയി. അപ്പോൾ ഉഭയ സന്ധ്യേ ശയാനസ്യ എന്ന് ഇവിടെ പറഞ്ഞതും ദേവി ഭാഗവത്തിൽ അവിടെ പറഞ്ഞതും എന്തൊക്കെയാ? കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തു നിന്നും ആര് പോവും? ലക്ഷ്മി പോവും. പിന്നെ നനഞ്ഞ മുണ്ട് തോളത്തിടണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ലക്ഷ്മി പോവും. സന്ധ്യയ്ക്ക് ഉണ്ണണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ലക്ഷ്മി പോവും. സന്ധ്യയ്ക്ക് ഉറങ്ങണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ലക്ഷ്മി പോവും. സന്ധ്യയ്ക്ക് സീരിയൽ കാണുന്നവൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ, അതിവിടെ പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ. ഇനിയിപ്പോൾ ആർക്ക് സംശയം ഉണ്ടെങ്കിൽ തീർന്നോട്ടെ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പോകുന്ന ശരിയല്ല. പെണ്ണുങ്ങൾ തന്നെ പോയി ഇതൊക്കെ കണ്ടിട്ട് ഓരോ ദിക്കുന്ന കണ്ടില്ലേ? ഓരോ ജാതി അന്തല്യായ. അപ്പം ആ സമയത്ത് സന്ധ്യാസമയത്തെങ്കിലും നമ്മൾ ആ പത്തായപ്പെട്ടി ഒരു മുണ്ടിട്ട് മൂടി ഒരു നനഞ്ഞ ചാക്കോ അതിൻ്റെ മുകളിലിട്ടിട്ട്, നനഞ്ഞ ചാക്കൊന്നും ഉരുണ്ടിട്ടോ അതിൻ്റെ കേടായിട്ട് നമ്മുടെ അടുത്തേക്ക് വരണം. നമുക്കൊന്നും അറിയില്ല നന്നാക്കാൻ. കാശെടുത്ത് വാങ്ങിയ വെട്ടിയല്ലേ? ശരിയല്ലേ? ഇത് ഒന്ന് മൂടി വയ്ക്കുക, പഴയ മുണ്ടോ ഇതൊക്കെ വാരിയിട്ടിട്ട്. കാണുമ്പോൾ നമുക്ക് തോന്നി കുറച്ച് നേരം 10 നാമം ചൊല്ലി നമസ്കരിച്ച് സന്ധ്യാസമയം കഴിഞ്ഞോട്ടെ, എന്നിട്ട് പിന്നെ ലേശമൊക്കെ വേണമെങ്കിൽ ആയിക്കോളൂ. നമുക്ക് ഒരു നേരം കാലമൊക്കെ എല്ലാറ്റിനും നമ്മൾ കണക്കാക്കിയിട്ടില്ലെങ്കിൽ നമ്മളങ്ങോട്ട് അടിമകളായി പോവും. എന്തിന്? പലതിനും. നമ്മളെങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങുമ്പോൾ പലരെ നമുക്ക് തോന്നി നിസ്സാരം, നമ്മൾ വലിയ കേമനം, ഒരു കേമത്തരം ഇല്ല, കണ്ടത് കണ്ട് ഭരിക്കാൻ തുടങ്ങും നിസ്സാര വസ്തുക്കളൊക്കെ. അപ്പോൾ നമ്മൾ അടിമകളായിട്ട് കഷ്ടത്തിൽ. അങ്ങനെ അടിമകളാവരുത് ഒന്നിനും. അത് അവിടെ പറഞ്ഞു ഉഭേ സന്ധ്യേ ശയാനസ്യ. 2 സന്ധ്യയ്ക്കും ഉറങ്ങണോന് എന്ത് പാപമുണ്ടോ ആ പാപം എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിക്ക് അയച്ച ദുഷ്ടന്മാർക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മുടെ ഈ ഭരതകുമാരൻ പറയുമ്പം അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ വളരെ മോശമായ പ്രക്രിയയാണ്. ഈ പറയുന്നതായ പ്രക്രിയകളൊക്കെ വളരെ മോശമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഭരതകുമാരൻ ഇങ്ങനെയൊക്കെ പറയും ചെയ്തു. പാനീയദൂഷകേ പാപം തഥൈവ വിഷദായകേ യത്തദേകസലഭതാം യസ്യാര്യോനുമതേ ഗത. അതായത് പാനീയദൂഷകേ. പാനീയദൂഷകേ പറഞ്ഞാൽ, പാനീയദൂഷകം എന്ന് പറഞ്ഞാലേ ഈ വെള്ളം ചീത്തയാക്കണം. എന്ത് വെള്ളം ചീത്തയാക്കുക? പുഴകൾ, നദികൾ, തോടുകൾ, അരുവികൾ, ഇങ്ങനെയൊക്കെ വെള്ളം, ജലാശയങ്ങളില്ലേ, ജലാശയങ്ങളെ ദുഷിപ്പിക്കണവൻ മഹാപാപിയാണ്. ആ മഹാപാപിക്കുള്ള പാപം ആർക്കുണ്ടാവട്ടെ? ഇത് ഏത് കാലത്താണ് അത് പറഞ്ഞത്? നമ്മളിപ്പം ക്യാമറ വെച്ചതുകൊണ്ടല്ലേ? ഇല്ലെങ്കിലോ മറ്റേ ജാതി ക്യാമറ വെച്ചതുകൊണ്ടല്ലേ ഇത് കൊണ്ടുപോയിട്ട് ചണ്ടി കൊണ്ടുപോയിട്ടാണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് എവിടെ ഇടുന്നത്? വിദ്യാഭ്യാസം കൂടിയേ നമ്മുടെ നാട്ടിലുള്ളവരല്ലേ ഇതൊക്കെ ചെയ്യണത്. എല്ലാ ദിക്കിലും വെള്ളം, പുഴയിലെ വെള്ളം നല്ല വെള്ളമാണോ? ഒപ്പം വല്ല തോട്ടിലും വെള്ളം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നല്ല തോടായിരുന്നു. ഇപ്പം എന്താ തോട്ടിൽ? മാലിന്യങ്ങൾ, ചപ്പ്, കുപ്പ, ചവറ്, വേണ്ടാത്ത വെള്ളങ്ങൾ എല്ലാം ഒഴുക്കിയ, എല്ലാ അഴുക്കും അതിലേക്ക് ഒഴുക്കി അയച്ചിട്ട്. ഇതൊക്കെ തന്നെ ഒരു 10-25 കൊല്ലം മുമ്പ് നല്ലോണം തെളിഞ്ഞൊഴുകിയേ തോടുകളും
ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഇന്നിപ്പോൾ എന്തായിട്ട് തീർന്നു? അതൊക്കെ ഇന്ന് അഴുക്ക് ചാലുകളായിട്ട് മാറി. എന്തുകൊണ്ട്? അതാണ് പാനീയ ദൂഷകത്വം. അപ്പോൾ ഈ പാനീയ ദൂഷകത്വം ഒരു അധർമ്മാണെന്നുള്ള കാര്യം ത്രേതായുഗത്തിൽ നമുക്ക് ബോധം ഉണ്ടായിരുന്നു. ഇതാണ് കഥ. എന്നിട്ട് ബ്രാഹ്മണായ ഉദ്യതാം പൂജാം വിഹന്തു കലുഷേന്ദ്രിയ ബാലവത്സാം ചകാം ദോഗ്ധോ യസ്യാര്യോനുമതേ ഗത. ബാലവത്സാം ചകാം ദോഗ്ധോ, ബാലവത്സാം ചകാം ദോഗ്ധോ. ബാലവത്സ പശു, ചെറിയ കുട്ടിയായിട്ടുള്ള പശുവിൻ്റെ പാല് മുഴുവനും കറക്കണ പാപിക്ക് ഉണ്ടാവണ പെറ്റിട്ട് അധ്യായിട്ടില്ലേ? അതായത് കിടാവിന് പുല്ലോ വേറെ വല്ല ആഹാരമോ തിന്നിട്ടൊന്നും ആയിട്ടില്ല. അത് പെറ്റിട്ട കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള കിടാവുള്ള പശുവിനെ എന്ത് ചെയ്യുക? കറന്നെടുക്കണേ, പാപി ഉണ്ടാവില്ലേ? അങ്ങനെ കറക്കണോന് എന്ത് പാപാണോ? ഇതൊക്കെ അന്നത്തെ കാലത്ത് മഹാമോശം പ്രവൃത്തിയാണെന്ന രൂപം ഇന്ന് കിട്ടിയില്ലേ? ഇതൊക്കെയാണ് പറയുന്നത്. മൃഗമൊക്കെ ഉണ്ടാവണേ, പാപം ഉണ്ടാവട്ടെ എന്ന് പറയാണ്. ഇതാണ് ഇതൊക്കെ ഈ ഭരതൻ കൗസല്യോട് പറയുന്ന വർത്തമാനത്തിലെ സന്ദർഭം കൊണ്ട് വരുന്നതാണ് കേട്ടോ. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. എന്നാൽ ആ സന്ദർഭം കൊണ്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വിശേഷം നോക്കൂ. ഇത്യുക്കുതുവാച അങ്കമാനീയ. അപ്പം ഈ ഭരതൻ ഇതൊക്കെ പറഞ്ഞ് ചൊല്ലി വീണ് നിലവിളിച്ച് കരഞ്ഞ കൗസല്യമ്മയുടെ കാല് തൊട്ട് പിടിച്ച അല്ലെ അങ്ങനെ വിഷമിച്ച് കരയുമ്പോഴാണ് കൗസല്യം എന്തേ ചെയ്തു വെച്ചാൽ, ഉണ്ണിയെ നീ എന്തിനാ ഉണ്ണിയെ കരയണ്ട ചോദിച്ചാൽ അതിനെ ഇങ്ങോട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നല്ലോണം അടുത്തേക്ക് ഇങ്ങോട്ട് ചാർത്തിരുത്തിയിട്ട് ദിഷ്ടിയാന്ന് ഉണ്ണിയെ പരിഭ്രമിക്കേണ്ട കുമാര. എന്തായാലും ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കുട്ടിയെ. ഇതിൻ്റെ ശുദ്ധായ മനസ്സ് കണ്ടപ്പോഴേ കൗസല്യയുടെ ഹൃദയം അങ്ങോട്ട് അലിഞ്ഞ് കൗസല്യ പറഞ്ഞു, ഉണ്ണിയെ നീ എന്ത് വേണ്ട, പരിഭ്രമിക്കേ വേണ്ട. ആ കുമാരനെ അടുത്തേക്ക് ഇവിടെ എന്താ പറഞ്ഞത്? ഇത്യുക്കുതുവാച്ച അങ്കമാനീയ എന്നാണ്. ഇത് പറഞ്ഞെങ്ങനെ പരിഭ്രമിക്കേണ്ട കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരതനെ മടിയിൽ പിടിച്ചിരുത്തിയത്. മടിയിലിരുത്തി പറഞ്ഞ അർത്ഥം എന്താ? വലിയ കുട്ടിയല്ലേ, 10-25 വയസ്സായ കുട്ടിയെ മടിയിലിരുത്തില്ല. ആ മടിയിലിരുത്തിച്ച അർത്ഥം ഒരു ചെറിയ കുട്ടിയെ നമ്മൾ മടിയിലിരുത്തിയിട്ട് എങ്ങനെയാണോ ലാളിക്കണത് അതേ വാത്സല്യത്തോടെ അടുത്തേക്ക് ചേർത്ത് ഇരുത്തിയിട്ട് മാതരം ഭ്രാതൃവത്സലം, വലിയേട്ടനോട് ഇത്ര സ്നേഹമുള്ള ആ ഭരതനുണ്ണെ പരിഷ്വജ്യ മഹാബാഹും കെട്ടിക്കെട്ട് പിടിച്ചിട്ട് രുരോധ ഭൃശദുഃഖിത ഉറക്കെ കരഞ്ഞു. ആര്? കൗസല്യ. എന്നിട്ട് കരഞ്ഞിട്ട് വിലപിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ബോധം പോയ മട്ടായി. എന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ ഭരതന് വലിയ സങ്കടം. ഇതൊക്കെ കാരണക്കാരൻ ആരാണ്? തൻ്റെ ഒരാളുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ 3-5-6 ദിവസമായിട്ട് ഇവിടെ എന്ത് നടക്കണത്? 6-7 ദിവസമായിട്ട് ഈ ദുഷ്ടത നടക്കണതേ. ഒന്നും പറയണ്ട. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ദുഃഖിച്ച് വിഷമിച്ച് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വസിഷ്ഠ മഹർഷി വന്നു. വസിഷ്ഠര് പറഞ്ഞു, ഉണ്ണിയെ ഇനി നയ്യാൻ പറ്റില്ല. അലം ശോകേന ഭദ്രം തേ രാജപുത്ര മഹായശ പ്രാപ്തകാലം നരപതേ കുരു. അതാണ്ടായത്. എന്താ വേണ്ടത്? ഉണ്ണിയെ കരഞ്ഞിരിക്കേണ്ട നേരല്ല, പ്രാപ്തകാലം സമയമായി. എന്തിന്? കുരു. എന്തിന്? അച്ഛൻ്റെ ക്രിയ ചെയ്യണം. ശവദാഹം പോലെയുള്ള ക്രിയകളൊന്നും ചെയ്തിട്ടില്ല. അതിനായിട്ട് ഒരുങ്ങി പുറപ്പെടും. പ്രേതകൃത്യാനി. എന്താണ് പ്രേതകൃത്യാനി? പ്രേതകൃത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? പ്രേതകൃത്യം പറഞ്ഞാൽ ശവദാഹാദി ക്രിയകൾ. ഈ പ്രേതം എന്ന് പറഞ്ഞാലേ 2 ജാതി അർത്ഥം പറയും. പ്രേതം ചെന്ത അർത്ഥം പ്രേതകൃത്യാനി എന്ന് പറയുമ്പം ഈ പ്രേതം നമ്മുടെ മലയാളം നാട്ടിൽ പ്രേതം എന്ന് പറഞ്ഞാൽ അർത്ഥ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ പോയിട്ട് നമ്മൾ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നിന്നൊക്കെ ഉള്ളവർ ഇവിടെ എവിടെയെങ്കിലും മനസ്സിലാവും. തിരുവനന്തപുരത്ത് കൊല്ലത്തൊക്കെ പോയിട്ട് നമ്മൾ പ്രേതം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ശവം എന്നർത്ഥം. മരിച്ചു കിടക്കുന്ന ശവത്തിന് എന്ത് പറയും? പ്രേതം. പ്രേത വിചാരണ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റ് നടത്തി എന്ന് പറയില്ലേ പോലീസ്? ഇനി പ്രേത വിചാരണ എന്നാ പറയുക അവിടുത്തെ മലയാളം ഭാഷയിൽ. എങ്ങനെയാണ്? പഴയ മഹാരാജാവിൻ്റെ നീട്ട് പറഞ്ഞാൽ മനസ്സിലാവുമോ? നീട്ട് ഓർഡർ, ഗവൺമെൻറ് ഓർഡറിലൊക്കെ എന്തുണ്ടാവും? പ്രേത വിചാരണ എന്ന് പറയും. ആ ഉദ്യോഗസ്ഥന്മാർ വന്ന് ശവശരീരത്തിൽ ഇങ്ങനെയായിരുന്നു കണ്ണ് ഇങ്ങോട്ട്, മൂക്ക് അങ്ങോട്ട്, കൈ ഇങ്ങനെയായിരുന്നു വെച്ചത്, വടക്കോട്ട് തിരിഞ്ഞിട്ടായിരുന്നു, കണ്ണ് തുറന്നിട്ടായിരുന്നു, അടച്ചിട്ടായിരുന്നു. അതിൻ്റെ ശവത്തിന് പ്രാഥമിക വിവര റിപ്പോർട്ട് എഴുതി വെക്കും. കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ അന്വേഷണം നടത്തുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രേത വിചാരണ എന്നാണ് അതിന് പറയുക. അതിന് മനസ്സിലായില്ല. അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ശവം എന്ന അർത്ഥം. പക്ഷെ മലബാറിലേക്ക് ഇങ്ങോട്ട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് വടക്കോട്ട് പോകുന്നിട്ട് പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശവം എന്നല്ല. നമ്മുടെ നാട്ടിൽ പ്രേതം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? മരിച്ചതിൻ്റെ ശേഷം 3-ാമത്തെ ദിവസം വാഴയുടെ കൂട്ടത്തിൽ വന്നിരുന്നുണ്ടോ, അതിൻ്റെ പേരാണ് എന്ത്? പ്രേതം. അപ്പോൾ മനസ്സിലായില്ലേ? എന്നുവെച്ചെന്ത്? പേടിപ്പിക്കണേ ആ ഒരു ശരീരമില്ലാതെ വന്ന് പേടിപ്പിക്കണ ഒരു സ്വരൂപത്തിൻ്റെ പേരാണ് എന്താ? പ്രേതമായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? അതല്ല ഇവിടെ പ്രേതമെന്നും പ്രേതകൃത്യേനി പറഞ്ഞാൽ ശവദാഹാദി ക്രിയകൾ. മറ്റേ നമ്മുടെ പ്രേതമല്ല, മലബാറിയല്ല, തിരുവിതാംകൂർ പ്രേതം. എന്നുവെച്ചാൽ ശവദാഹ ക്രിയകൾക്കൊക്കെ ആയിട്ട് ഒരുങ്ങി പുറപ്പെടുന്ന ഉണ്ണിയെ അന്ന് വസിഷ്ഠരാ നിർദ്ദേശിക്കുന്നത്. എന്തായിരിക്കും വസിഷ്ഠർ നിർദ്ദേശിക്കാൻ കാരണം? വസിഷ്ഠർ നിർദ്ദേശിക്കാൻ കാരണം എന്താണ്?
വസിഷ്ഠർക്കാണ് ഇപ്പം ചാർജ്. ഇപ്പോൾ ഓർഡർ ഇടേണ്ടത് ആളാരാ? വസിഷ്ഠരെ ഓർഡർ ഇട്ടാലേ ഓർഡർ ആവുള്ളൂ. വേറെ ആർക്കും ഭരതന് പോലും എന്തില്ല, ഇപ്പം അധികാരമില്ല. ഇനി ഭരതൻ നാളെ ചുമതല ഏറ്റെടുത്താൽ വസിഷ്ഠരെ ഒഴിയും. പിന്നെ വസിഷ്ഠര് പറഞ്ഞാലല്ല, ആര് പറഞ്ഞാലാണ് വലിയാവുക? ഭരതനാച്ച രാമനാച്ച അങ്ങനെ ആരാച്ച എന്താണ് ഇവിടെ എന്താ ഉണ്ടായേ ചോദിച്ചാൽ, അപ്പോൾ